21ാം നൂറ്റാണ്ടിൽ വികസനത്തിന്റെ കുതിച്ചുചാട്ടം നടത്തുന്ന രാഷ്ട്രമാണ് ഭാരതമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി.എസ്. ശ്രീധരൻപിള്ള. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ വെമ്പൽ കൊള്ളുന്ന സമൂഹമാണ് നമ്മുടേതെന്നും അദ്ദേഹം പറഞ്ഞു. ആരെയും ആക്രമിക്കുവാനോ അടിച്ചമർത്തുവാനോ എന്തെങ്കിലും അന്യായമായി പിടിച്ചെടുക്കുവാനോ ചരിത്രാതീത കാലം മുതൽ ഇന്ത്യൻ സമൂഹം ശ്രമിച്ചിട്ടില്ലെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു. പുതിയ തലമുറ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബഹുമുഖ പ്രതിഭയായിരുന്ന NV ഉണ്ണിപ്പിള്ളയുടെ 16ാമത് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും പുരസ്കാര വിതരണവും ചങ്ങനാശ്ശേരി പെരുന്ന ഗൗരിമഹൽ ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ ചെറുപ്പക്കാരെയും ഒക്കെ എന്താണ് വ്യക്തിജീവിതവും പൊതുജീവിതവും ആ രണ്ടിൻ്റെയും സുതാര്യതയുടെ മൂർത്തിമദ്ഭാവങ്ങളായ ആളുകളെ കൊണ്ട് നമ്മുടെ രാജ്യം കൂടുതൽ സുശക്തമാകണം. 21ാം നൂറ്റാണ്ടിൽ കുതിച്ചുചാടുന്ന ഒരു രാഷ്ട്രം, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു സമൂഹം, അതിനുവേണ്ടിയുള്ള ലോകമെമ്പാടുമുള്ള ശ്രമത്തിൽ ആരെയും വേദനിപ്പിക്കാതെ, ആരെയും നോവിക്കാതെ, മറ്റു രാജ്യങ്ങളെ ഒന്നും കീഴടക്കാനോ വെട്ടിപ്പിടിക്കാനോ ശ്രമിക്കാതെ വിശ്വമാനവതയ്ക്ക് വേണ്ടി എല്ലാവർക്കും നന്ദി വരട്ടെ എന്ന് ചരിത്രാതീത കാലം മുതൽ തുടങ്ങി വെച്ച പ്രക്രിയ ഇടക്കാലഘട്ടത്തിൽ വിദേശികളെ കൊണ്ട് അതിന് കുറെ അലോസരപ്പെടുകയും അലങ്കോലപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും അതെല്ലാം തിരിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് വളരെയധികം ആത്മവിശ്വാസം കൈവന്ന് അതനുസൃതം നമ്മളിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളോട് ഒത്തുകൂടിയിട്ടുള്ളത്. മറ്റു പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച ഉണ്ണിപ്പിള്ള അപ്പർ കുട്ടനാട് നെൽകർഷക സമിതി സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. അതിനാൽ തന്നെ ഭക്ഷ്യസുരക്ഷയ്ക്കായി കൈകോർക്കാം എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു അനുസ്മരണ ചടങ്ങുകൾ. ചടങ്ങിൽ മികച്ച കർഷക കൂട്ടായ്മയ്ക്കുള്ള പുരസ്കാരം കുട്ടനാട് നെൽകർഷക സമിതിക്ക് ഗവർണർ കൈമാറി. സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ S. മനു, NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം ഹരികുമാർ കോയിക്കൽ, MP രാജഗോപാൽ, ഉണ്ണിപ്പിള്ളയുടെ മകനും ചലച്ചിത്ര നടനും കർഷകനുമായ കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഓരോ വർഷവും 1600-ലധികം കോടി രൂപയാണ് ഈ ഇനത്തിൽ ചെലവാക്കുന്നത്. എന്നാൽ അർഹമായ കേന്ദ്ര വിഹിതം കിട്ടാത്തത് വലിയ പോരായ്മയാണെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. 1600-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ സൗജന്യ ചികിത്സയ്ക്കായി ചെലവഴിക്കുമ്പോൾ കേന്ദ്രം നൽകുന്നത് 138 കോടി രൂപ മാത്രമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. എന്നാൽ 1 രൂപ പോലും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഈ സാമ്പത്തിക വർഷം കിട്ടിയിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. തകഴി ആയുർവേദ ഡിസ്പെൻസറിയുടെയും വെൽനസ് സെന്ററിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വീണ ജോർജ്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. നമ്മൾ പറയുന്നതല്ല, കേന്ദ്രം നമ്മുടെ അംഗീകരിച്ച് ഈ വർഷവും അതിൻ്റെ പുരസ്കാരം നമുക്കാണ് ലഭിച്ചത്. 1600-ലധികം കോടി രൂപയാണ് കേരളം സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. കേന്ദ്രം അതിൽ നൽകുന്ന തുക ഏതാണ്ട് 138 കോടി രൂപ മാത്രമാണ്. അതായത് ഒരു 8% താഴെ മാത്രം. ബാക്കി 1600-ലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. 1 രൂപ പോലും ഈ സാമ്പത്തിക വർഷം കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള വിഹിതം അർഹമായിട്ടുള്ളതാണ്, ഔദാര്യമല്ല, അർഹമായിട്ടുള്ള വിഹിതങ്ങൾ സംസ്ഥാനത്തിന് ലഭിക്കാത്ത സാഹചര്യം. അത് നാഷണൽ ഹെൽത്ത് മിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമുക്ക് ഓരോ സ്കീമിലും 60-40 എന്നുള്ള നിലയിലാണ്. 60 കേന്ദ്ര സർക്കാരും 40 സംസ്ഥാന സർക്കാരും. ആ 60-40-ൽ ആ 60% നൽകാതെ, ഉദാഹരണം പറഞ്ഞാൽ NHM-ന്റെ ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം കേന്ദ്രവിഹിതം ലഭ്യമായിട്ടില്ല. ഈ വർഷം 1 രൂപ പോലും ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് 40% അനുവദിച്ച്, മുൻകൂറായി അനുവദിച്ചുകൊണ്ട് ആ തുകയിൽ നിന്ന് ശമ്പളം നൽകുന്ന സാഹചര്യം. സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായി തന്നെയാണ് ഇത് ചിട്ടയായി തന്നെ ഈ സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മെ തകിടം മറിക്കാൻ, അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിർഭാഗ്യവശാൽ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത്. അർഹമായ സാമ്പത്തിക വിഹിതം നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തെ ശ്വാസം മുട്ടിക്കുമ്പോഴും ആരോഗ്യരംഗത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാട് MLA തോമസ് കെ തോമസും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. BJPക്കും ഇടതുപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20 സീറ്റിലും UDF വിജയിക്കുമെന്ന് അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചു. ധൂർത്തും ദീർഘവീക്ഷണമില്ലാത്ത സാമ്പത്തിക നയങ്ങളും കാരണം പിണറായി സർക്കാർ കേരളത്തെ വൻ കടക്കെണിയിലാക്കിയെന്ന് രമേശ് ചെന്നിത്തല വിമർശിച്ചു. അത് മറച്ചുവയ്ക്കാൻ കേന്ദ്രത്തെ പഴിചാരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാരാകട്ടെ ശ്രീരാമക്ഷേത്രത്തെ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ഇതിനെതിരായ താക്കീതായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റുകളിലും UDF വിജയിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. UDF ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ
വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര വിരുദ്ധ സമരവുമായി വരുന്നത്. നിങ്ങൾ എന്ത് സമരം നടത്തിയാലും ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അടക്കം 20 UDF MPമാരും വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുവാൻ ഭൂരിപക്ഷത്തോട് തിരിച്ചു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന MPമാരാണ് കേരളത്തിലെ UDF-ലുള്ളത്. 20 സീറ്റ് UDF നേടാൻ കഴിയും. രാജ്യത്ത് മതേതരത്വം നിലനിർത്താൻ വേണ്ടി നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി വൻപിച്ച ഒരു പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പൊ ബീഹാറിൽ നിന്ന് നിതീഷ് കുമാർ പോയപ്പോഴത്തേക്ക് എന്തോ ഇന്ത്യ മുന്നണി തകർന്നു എന്നൊരു പ്രചരണമുണ്ട്. അത് വേണ്ട. 8 തവണയാണ് ഈ നിതീഷ് കുമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. ഹിന്ദിയിൽ അദ്ദേഹത്തെ വിളിക്കുന്ന പലട്ടും കാലമാകുന്ന അല്ലെങ്കിൽ മലക്കം മറിയുന്ന ആവുന്ന. യോഗത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ PN നൌഷാദ് അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP മുഖ്യപ്രഭാഷണം നടത്തി. മോൻസ് ജോസഫ് MLA കുറ്റപത്രം വായിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസി സെബാസ്റ്റ്യൻ, UDF ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ, VJ ലാലി, മാത്തുക്കുട്ടി പ്ലാത്താനം, KF വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 66ന്റെ വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ട്രേറ്റിൽ സർവകക്ഷി യോഗം ചേർന്നു. AM ആരിഫ് MP മുൻകൈയെടുത്താണ് യോഗം വിളിച്ചു ചേർത്തത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് കായംകുളം, അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും ആശങ്കകളും സർക്കാർ തലത്തിലെ ഉന്നത വിദഗ്ധ സമിതി പരിശോധിച്ച് അന്തിമ തീരുമാനമെടുക്കാൻ സർവകക്ഷി യോഗത്തിൽ ധാരണയായി. അഡ്വക്കേറ്റ് AM ആരിഫ് MP മുൻകൈയെടുത്ത് ജില്ലാ കളക്ടർ ജോൺ V സാമുവലിൻ്റെ അധ്യക്ഷതയിലാണ് കളക്ട്രേറ്റിൽ അടിയന്തര യോഗം ചേർന്നത്. MLAമാരായ H സലാം, U പ്രതിഭാകരി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കായംകുളത്ത് ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ സാങ്കേതികമായി സാധിക്കില്ല എന്ന ദേശീയപാത അതോറിറ്റിയുടെ നിലപാടിനെതിരെ യോഗത്തിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. താൻ ഈ ആവശ്യം ഉന്നയിച്ച് 2023 ജൂൺ 17 കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയ കത്തിന് മറുപടി നൽകാൻ ദേശീയപാത അതോറിറ്റി ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് MP കുറ്റപ്പെടുത്തി. ആ കൊടുത്തതിന്മേൽ ഒരു എക്സാമിൻ നടത്തി അതിന്മേൽ നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് സാർ? അതില് ചിലപ്പം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല നമ്മുടെ ലീഗൽ അവര്, പക്ഷെ അത് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, ടെക്നിക്കലായിട്ട് നമുക്ക് പാടാണ് എന്നുള്ളതാണ്. ഞാൻ 2-3 ഇഷ്യൂസ് പറയാം സാർ. ടെക്നിക്കലായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം, നമുക്ക് അവിടെ ഒരു പാലമുണ്ട്. ആ പാലം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പാലം അല്ലെങ്കിൽ ഇതേപോലെയുള്ള സാധനങ്ങൾ ഞങ്ങൾ കൺട്രോൾ പോയിന്റ്സ് എന്നാ പറയുക. അപ്പൊ അതിന്റെ ലെവൽ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ ബാക്കി ലെവൽസ് അതിന്റെ ലെവൽസ് നമുക്ക് മാറ്റാൻ പറ്റില്ല, അതിന്റെ മുകളിൽ ലോഡ് ഇടാൻ പറ്റില്ല. അപ്പൊ ആ ലെവൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ഫ്ലൈ ഓവർ. രണ്ടാമത്, പൊതുവേ നമ്മുടെ ഫ്ലൈ ഓവർ ആണെങ്കിലും അണ്ടർപാസ് ആണെങ്കിലും ജനങ്ങളുടെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ക്രോസിംഗ് ഫെസിലിറ്റിയാണ്. ജനപ്രതിനിധികൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കായംകുളത്തെ ദേശീയപാത വികസനത്തിന്റെ രൂപരേഖ നൽകിയിട്ടില്ലെന്ന് അഡ്വക്കേറ്റ് U പ്രതിഭയും യോഗത്തിൽ പറഞ്ഞു. കായംകുളത്ത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് അടിയന്തര ഇടപെടൽ വേണമെന്ന് MLA പറഞ്ഞു. തോട്ടപ്പള്ളിയിൽ ഹാർബർ വികസനം സാധ്യമാകുന്ന തരത്തിൽ പുതിയ പാലത്തിന്റെ രൂപരേഖയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ലെന്ന് H സലാം MLA യോഗത്തിൽ പറഞ്ഞു. നിരവധി ഇടപെടലുകൾക്ക് ശേഷമാണ് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ ഇപ്പോൾ അണ്ടർപാസ് അനുവദിച്ചതെന്നും MLA അറിയിച്ചു. അമ്പലപ്പുഴ ജംഗ്ഷനിൽ നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു സ്പാൻ മാത്രമുള്ള ഫ്ലൈ ഓവറിന് പകരം കൂടുതൽ സ്പാനുകൾ ഉൾപ്പെടുത്തി തുറന്ന ഫ്ലൈ ഓവറായി നിർമ്മിക്കുന്ന കാര്യത്തിലും നിർമ്മാണത്തിലെ അപാകതയുടെ ഭാഗമായി ഉണ്ടായ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന കാര്യത്തിലും പരിശോധന നടത്താൻ യോഗം തീരുമാനിച്ചു. കായംകുളം നഗരസഭാ അധ്യക്ഷ P ശശികല, ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, കായംകുളം ഹൈവേ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. അമ്പലപ്പുഴ, മാവേലിക്കര താലൂക്കുകളിലെ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു. നവകേരള സദസ്സ് വഴിയും ഓൺലൈനായും ലഭിച്ച അപേക്ഷകളിൽ നിന്നുമാണ് അർഹരായിട്ടുള്ളവർക്ക് ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത്. അമ്പലപ്പുഴ താലൂക്കിലെ ആദ്യഘട്ട റേഷൻ കാർഡുകളുടെ വിതരണ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. റേഷൻ കാർഡ് ഉണ്ടാകുക എന്നുള്ളത് പോലെ തന്നെയാണ് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഈ മുൻഗണനാ ക്രമത്തിലുള്ള ഒരു റേഷൻ കാർഡ് തന്നെ കിട്ടുക എന്നുള്ളത് ഏതൊരാളും ആഗ്രഹിക്കുക. നേരെല്ലാം പറയുന്നത് പോലെ BP
ജില്ലയായി തിരിച്ചതിന് ശേഷം അർഹതപ്പെട്ട പലർക്കും ബിപിയില്ല എന്നൊക്കെയുള്ള വലിയ ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞു. ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ ജയമ്മ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. ലഭിച്ച 370 അപേക്ഷകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ 50 കാർഡുകൾ വിതരണം ചെയ്തു. മിനി സിവിൽ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ, പുന്നപ്പുറ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, അമ്പലപ്പുഴ താലൂക്ക് സപ്ലൈ ഓഫീസർ R സേതുലക്ഷ്മി, അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ R രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാവേലിക്കര താലൂക്കിലെ ആദ്യഘട്ട റേഷൻ കാർഡുകളുടെ വിതരണം MS അരുൺകുമാർ MLA നിർവഹിച്ചു. ലഭിച്ച 515 അപേക്ഷകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ 335 കാർഡുകൾ വിതരണം ചെയ്തു. വളകിലുങ്ങും കൈകളിൽ മൈലാഞ്ചി മുഞ്ചിന്റെ വിസ്മയം തീർത്ത മൈലാഞ്ചി ഇടൽ മത്സരം ആകർഷകമായി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ജില്ലാ സമ്മേളനം ഫെബ്രുവരി 16, 17 തീയതികളിൽ. മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും മൈലാഞ്ചി വർണ്ണത്തിന്റെ വശ്യമനോഹാരിത കൊണ്ടുമായിരുന്നു മത്സരം ശ്രദ്ധേയമായത്. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപം NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച മത്സരം നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്ത് ഏറ്റവും ദുരിതം അനുഭവിച്ചിരുന്ന അകത്തളങ്ങളിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമ്മുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അവരുടെ ആ സംഘടനയാണ് ഇന്ത്യയിൽ തന്നെ മികച്ചു നിൽക്കുന്ന സംഘടന. കേരളത്തിലെ ഒന്നാമത്തെ സംഘടനയാണ് ഈ സംഘടന. അപ്പൊ അത്തരത്തില് ഏറ്റവും നല്ല മികവാർന്ന പ്രവർത്തനം നടത്തി സാധാരണക്കാരുടെ കുടിലുകളിലേക്ക് എത്തിപ്പെടുന്ന ഒരു സംഘടനയാണ് ഇത്. അവർ വഴിയാണ് നമുക്ക് ഇപ്പൊ സൗജന്യമായി തന്നെ കുറെ അധികം പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിരക്കിൽ തന്നെ കേബിൾ TVയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റർനെറ്റ് കണക്ഷൻ അടക്കം കൊടുക്കുന്ന ഒരു സംവിധാനം ഇതിന്റെ സംവിധാനത്തിൽ വന്നിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു. വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ചെറുകിട പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ന് കേരളത്തിലെ ജനത നെഞ്ചേറ്റിയ പ്രസ്ഥാനമാണ് കേബിൾ TV ഓപ്പറേറ്റർ. ന്യൂസ് സ്റ്റാർ മാനേജിംഗ് ഡയറക്ടർ MJ ഷാജി, COA ആലപ്പുഴ മേഖലാ സെക്രട്ടറി ഫിറോസ് മുഹമ്മദ്, COA ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് CA ലെവൻ എന്നിവർ സംസാരിച്ചു. സ്മിത അനിലപ്പൻ, സജി അബൂബക്കർ, കബീർ, മനോജ് പറവൂർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. സ്കൂൾ, കോളേജ്, മറ്റ് ഇതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, പൊതുജനങ്ങൾ എന്നിവർക്കായി നടത്തിയ മത്സരത്തിൽ 100ഓളം മത്സരാർത്ഥികൾ മാറ്റുരച്ചു. ആഷന സജീർ 1ാം സ്ഥാനവും ഐഷ സിദ്ദിഖ്, അസ്ന ഷംസ് എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. N ആഷ്ന, M പ്രിയ, S സിയാന, ഫാത്തിമ സുജിത്ത്, സൽമ സിയാദ് എന്നിവർ പ്രത്യേക ക്യാഷ് പ്രൈസിന് അർഹരായി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ഏറ്റവും വലിയ ക്യാൻവാസിൽ ഏറ്റവും കുറച്ച് സമയമെടുത്ത് മൈലാഞ്ചി ഇട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ വഹീദ, ബീന റസാഖ്, ഫിറോസ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ. കളർകോട് ചിന്മയ വിദ്യാലയ വാർഷിക ആഘോഷം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ചിന്മയ മിഷൻ റീജിയണൽ ഹെഡ് സ്വാമി വിവേകാനന്ദ സരസ്വതി ഭദ്രദീപ പ്രകാശനം നടത്തി. മനുഷ്യന്റെ ഇതിനുള്ള ജീവിതത്തിലോ കമ്മ്യൂണിസത്തിന്റെയോ വിദേശത്തിന്റെയോ ഒരു അന്തരീക്ഷം പകർന്നുകൊണ്ട് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒക്കെ ആഴത്തിലുള്ള ഒരു അർത്ഥം ജീവിതത്തിൽ പകർന്നെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഏതാണ്ട് 10 ചിന്തയായിട്ട് തന്നെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന ഒരു ഭാഗ പ്രസ്ഥാനമാണ് ഇന്ത്യ മിഷൻ നോക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പുറത്തും ധാരാളം സ്കൂളുകൾ, കേരളത്തിൽ മാത്രം 27 സ്കൂളുകളുണ്ട്, അതുപോലെ കോളേജുകളുണ്ട്. വിദ്യാലയങ്ങളെ പരിപോഷിപ്പിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട പ്രവർത്തന വഴി ചിന്മയ മിഷൻ കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ആധ്യാത്മിക തലത്തില്, അതുപോലെ അക്കാദമിക തലത്തില്, പിന്നെ ഭൗതിക സൗകര്യങ്ങളുടെ തലത്തില് എല്ലാ തലങ്ങളിലും വളർച്ചയുടെ കുതിപ്പിലാണ് നമ്മളെന്ന് പറയാം. ഈ അവസരത്തിൽ ഇതിൽ ഭാഗഭാക്കുകളായിട്ടുള്ള എല്ലാവരും എൻ്റെ അനുമോദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടത് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ, ഈ വിദ്യാലയത്തിൻ്റെ ലൊക്കേഷൻ നമുക്കറിയാം ഒരു പ്രധാന ഘടകമാണ് അല്ലേ. വാർഷിക സമ്മേളനത്തിൽ ഡോക്ടർ K നാരായണൻ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ RS രേഖ, ചീഫ് സേവക് സുരേഷ് മോഹൻ, പുന്നപ്പുറ വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് സജിത സതീശൻ, SMC അംഗം മായ B നായർ, സിനിമാ താരം ശ്രുതി രജനീകാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ആവേശമായി ബാല പാർലമെന്റ്. ആലപ്പുഴ ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ SDV സെന്റിനറി ഹാളിൽ നടന്ന ബാല പാർലമെന്റിലാണ് യഥാർത്ഥ പാർലമെന്റിനോട് കിടപിടിക്കുന്ന രംഗങ്ങൾ കുട്ടികൾ കാഴ്ചവെച്ചത്.
പ്രസക്തമായ ഉശിരൻ ചോദ്യങ്ങളും അതിനൊത്ത മറുപടിയും അടിയന്തര പ്രമേയവും പ്രതിപക്ഷ വാക്കൌട്ടുമെല്ലാമായതോടെ യഥാർത്ഥ പാർലമെന്റിനോട് കിടപിടിക്കുന്ന പ്രകടനമായിരുന്നു ബാലപാർലമെന്റിൽ അരങ്ങേറിയത്. ശിശുമരണം, ശൈശവ വിവാഹം, ആരോഗ്യം, വിദ്യാഭ്യാസം, ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് കുട്ടികൾ ഉയർത്തിയത്. 1.5 മണിക്കൂർ നീണ്ട ബാലപാർലമെന്റിൽ UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ 250 കുട്ടികൾ പങ്കെടുത്തു. തെരഞ്ഞെടുത്ത 30 കുട്ടികൾ പാർലമെന്റ് നയിച്ചു. ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകത, പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യം വെച്ചത്. മുഹമ്മദ് സഫ്വാൻ പ്രധാനമന്ത്രിയും ശിവാനി ബി നായർ സ്പീക്കറും അനന്യ ചിത്ര ഡെപ്യൂട്ടി സ്പീക്കറുമായി. ഉശിരൻ ചോദ്യങ്ങൾ കൊണ്ട് പ്രതിപക്ഷ നേതാവായ AB അശ്വിൻ ബാലപാർലമെന്റിലെ ശ്രദ്ധാകേന്ദ്രമായി മാറി. അനാമിക R പിള്ള പ്രസിഡന്റായും A അർജുൻ വൈസ് പ്രസിഡന്റായും എത്തി. വിവിധ വകുപ്പ് മന്ത്രിമാരും പാർലമെന്റിൽ എത്തിയിരുന്നു. AM ആരിഫ് MP ബാലപാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അഭിറാം രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. ദേശീയ കായികമേളയിൽ മെഡൽ നേടിയ അഭിരാമിയെ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന ജയിൽ ഉപദേശക സമിതി അംഗം A മഹേന്ദ്രൻ, നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ മിനിമോൾ, ശിശുക്ഷേമ സമിതി സെക്രട്ടറി KD ഉദയപ്പൻ, ജോയിന്റ് സെക്രട്ടറി K നാസർ, വർഷ സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ 45ാമത് സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 6 മുതൽ 8 വരെ ആലപ്പുഴയിൽ. സമ്മേളനം രമേശ് ചെന്നിത്തല MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ 45ാമത് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ ഫെബ്രുവരി 6, 7, 8 തീയതികളിൽ നടക്കുകയാണ്. നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും വിദ്യാഭ്യാസ രംഗത്ത് വളരെയേറെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ കടന്നുപോവുകയാണ്. രാജ്യത്ത് 7.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ നയങ്ങൾ നാം കഴിഞ്ഞ ദശാബ്ദങ്ങളോളം അനുവർത്തിച്ചു വന്ന രീതിയിൽ നിന്നെല്ലാം മാറി സമൂഹത്തെ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ അവരെ വിഘടിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ വിദ്യാഭ്യാസ നയം രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചട്ടക്കൂട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി പുതിയ നയങ്ങളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 45 വർഷക്കാലമായി നമ്മുടെ സംസ്ഥാനത്ത് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന KSTU ഉണരണം പൊതുബോധം വളരണം പൊതുവിദ്യാഭ്യാസം എന്ന ക്യാപ്ഷനോട് കൂടിയുള്ള ഈ സമ്മേളനം നടക്കുന്നത്. 6-ാം തീയതി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉണരണം പൊതുബോധം, വളരണം പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയത്തിലൂന്നിയാണ് KSTU സംസ്ഥാന സമ്മേളനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ശക്തി ഓഡിറ്റോറിയം, ലജനത്തുൽ മുഹമ്മദിയ അങ്കണം എന്നീ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് 3 ദിവസത്തെ പരിപാടികൾ. കുന്നങ്കരി 372-ാം നമ്പർ SNDP ശാഖായോഗം ഗുരുദേവ ക്ഷേത്രത്തിൽ നവതി ആഘോഷത്തിനും പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിനും തുടക്കമായി. ഞായറാഴ്ച രാവിലെ 9:30 നവതി സമ്മേളനം. ഞായറാഴ്ച രാവിലെ 5-ന് നട തുറന്ന് ഗുരുദേവ ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചു. 8:30-നും 9-നും മധ്യേ ശാഖായോഗം പ്രസിഡന്റ് M സോമൻ കൽപ്പന പതാക ഉയർത്തി. ക്ഷേത്രം തന്ത്രി MK കമലാസനൻ ശാന്തി വൈദിക കർമ്മം നിർവഹിച്ചു. ശാന്തിമാരായ ദീപക് ലാൽ, ഹരീഷ്, കണ്ണൻ എന്നിവർ സഹകാർമ്മികരായിരുന്നു. 9:30-ന് ചേർന്ന നവതി സമ്മേളനം SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് രാജൻ മഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ശാഖായോഗം പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രപഞ്ചത്തിന്റെ ആധാരമായി പരിവസിക്കുന്ന മഹാശക്തിവിശേഷമായ ദേവിയെക്കുറിച്ച് വർണ്ണിക്കുന്നത് കാലാതിയായ മൃദുമൂലാലനെയ്യുമത് ലീലാപടം ഭവതിനെ മേലാകെ മൂടുമതിനാൽ നേരാരും അറിവില്ല ആഗമാന്തമിലയേ. അങ്ങനൊരു വിശേഷണം വേറെ മലയാള കവിതയിൽ ആരും ഉപയോഗിച്ചിട്ടില്ല. എന്താണ് ആഗമം? നിഗമം എന്ന് പറഞ്ഞാൽ മാറ്റം ഭവിക്കാത്തത്, ഒരിക്കലും മാറാത്തത്. ആഗമം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതും ഒരിക്കലും മാറ്റം ഭവിക്കാത്തതുമായ ഒരു പ്രപഞ്ചം. ആ പ്രപഞ്ചത്തെ നോക്കിക്കൊണ്ട് നിത്യ നർത്തനമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച മാതാവിനെ നോക്കിക്കൊണ്ടാണ് ഗുരുദേവൻ പറയുന്നത് ആ പ്രപഞ്ചത്തിന്റെ, ആ നടനത്തിന്റെ ആധാരമാണ് നീ എന്നാണ് പറയുന്നത്. ശാഖായോഗം സെക്രട്ടറി B റെജി, വിവിധ ശാഖായോഗം ഭാരവാഹികളും മുൻ ഭാരവാഹികളുമായ സനൽകുമാർ മൂലയിൽ, KB മോഹനൻ, TV വിശ്വനാഥൻ, AK സലീം, D ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. 90 വയസ്സ് തികഞ്ഞ കുടുംബാംഗങ്ങളെയും
തലമുതിർന്ന ശാഖായോഗം മുൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിച്ചു. രണ്ടാം ഉത്സവ ദിനമായ തിങ്കളാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ശാഖായോഗം വക പ്രാർത്ഥനാ മന്ദിരത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ക്യാമ്പും നടത്തും. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണ്ണ ഗ്രാമിന് 5785 രൂപ, പവന് 46,280 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.